ഹലോ കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവരും വട്ടം കൂടി ചുറ്റും കൂടി നിൽക്കണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും റേഷൻ കടയിൽ പോയിട്ട് വന്നതാണ് കേട്ടോ. കാരണം ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഒരു ഇതുണ്ടായിരുന്നല്ലോ, എന്താണെന്ന് വെച്ചാൽ എല്ലാ റേഷൻ കാർഡിൽ ആരൊക്കെ അംഗങ്ങളായിട്ടുണ്ടോ അവരെല്ലാവരും പോയി ഫിംഗർ അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെ. അങ്ങനെ ഞങ്ങളൊക്കെ പോയിട്ട് വന്നതാണ്. അമ്മാമ്മ കുറച്ച് ലേറ്റായിട്ടാണ് പോയത്. അപ്പോൾ അമ്മാമ്മ അനിയത്തിയും കൂടി പോകണുണ്ടായിരുന്നു റേഷൻ കടയിലേക്ക്. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. റോഡ് ക്രോസ് ചെയ്ത് അവിടെ നിന്ന് ഒരു 2 മിനിറ്റ് നടക്കേണ്ട ദൂരം. 2 മിനിറ്റൊന്നും ഇല്ല. ഇപ്പോൾ ഞങ്ങളിപ്പോൾ കുഞ്ഞമ്മയുടെ വീട്ടിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഓണമൊക്കെ അല്ലേ, ഓണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുഞ്ഞമ്മയുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലൊരു തെറ്റിയുണ്ട് കേട്ടോ. കാരണം അല്ലിമുല്ല എപ്പോഴും വന്നാലും ഈ തെറ്റിയെ മുട്ട അടിച്ച് നിർത്തിയിട്ടാണ് പോകാറുള്ളത്. പൂവൊക്കെ പിച്ച് കീറി ഇലയൊക്കെ അവിടെ മുഴുവനാക്കിയിട്ടൊക്കെയാണ് പോകാറ്. കുഞ്ഞമ്മയൊക്കെ എന്ത് ചെയ്താലും പിള്ളേരൊന്നും വഴക്കൊന്നും പറയില്ല കേട്ടോ. അത് എന്ത് ചെയ്തോട്ടെ എന്നുള്ളൊരു മൈൻഡാണ്. ഇവിടെ വരുമ്പോഴത്തേനും പിള്ളേരും ഭയങ്കര ചെല്ലമാണ്. എന്നാൽ മുത്തശ്ശി വഴക്ക് പറയുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിള്ളേർ മൈൻഡ് ചെയ്യാണ്ട് പൂവ് പറിച്ച് അത്തം ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 ദിവസം മുന്നേ ഒരു അത്തപ്പൂക്കളം കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എഫക്റ്റിലാണ് അല്ലിക്കുട്ടി ഇങ്ങനെ പൂവൊക്കെ പറിച്ച് ഇങ്ങനെ റൗണ്ടായിട്ടൊക്കെ അത്തമൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പം പോയ അമ്മമ്മ കാണാത്തതുകൊണ്ട് തന്നെ അമ്മ ഇങ്ങനെ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കിടന്ന കല്ല് മണ്ണ് മുഴുവൻ വാരി അമ്മ എറിയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ എറിയാൻ പറഞ്ഞു കൊടുത്തത് കുഞ്ഞമ്മയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അമ്മയെ എറിഞ്ഞത് ചോദ്യം ചെയ്യാൻ വന്ന അല്ലിയ മുല്ല പിടിച്ച് തള്ളും വാങ്ങിച്ചുകൊണ്ട് അവൾ വീണ്ടും പോയി പൂവൊക്കെ പറിച്ച് അത്തപ്പൂക്കളമൊക്കെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലൊക്കെ ആക്കുന്നുണ്ട്. സാധാരണ പൂവൊക്കെ പറിച്ച് ഇങ്ങനെ വാരി വിതറാണ് കേട്ടോ ചെയ്യാറ്. എനിക്കിങ്ങനെ പൂക്കളൊന്നും വാരിപ്പിച്ച് അങ്ങനെ കളയണമെന്ന് എനിക്കിഷ്ടമല്ല. എന്തെങ്കിലും ഉപയോഗത്തിനോ അല്ലെങ്കിൽ ചെടിയിൽ നിൽക്കുന്നതാണ് ഭംഗി. അമ്മ ഇങ്ങനെ വിഷമിച്ച് നിൽക്കണം എന്താ വെച്ചാൽ പിന്നീട് പറയാമേ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മുല്ലയും പൂക്കളിടാൻ വേണ്ടിയിട്ട് തുടങ്ങി. പൂക്കൾ അങ്ങനെ തകൃതിയായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓണം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് അമ്മ വിഷമിച്ചിരിക്കുന്നത്. എന്താ വെച്ചാൽ റേഷൻ കാർഡിലുള്ള എല്ലാ അംഗങ്ങളും പോയി ഫിംഗർ പതിക്കണമല്ലോ. പക്ഷേ അനിയനില്ലാത്തതുകൊണ്ട് തന്നെ അവൻ്റെ റേഷൻ കട്ടാവും എന്നുള്ള വിഷമത്തിലാണ് കേട്ടോ അമ്മ. ഇതാണ് കുഞ്ഞമ്മ കേട്ടോ. പിള്ളേരുടെ അല്ലിമുല്ലയുടെ എന്ത് ചെയ്താലും കുഞ്ഞമ്മ ഒന്നും പറയൂല. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോഴത്തേനും അല്ലിമുല്ലയ്ക്ക് ഭയങ്കര ചെലവാണ്. മുറ്റത്ത് ഇരിക്കണ തെറ്റിപ്പൂ തികയാത്തതുകൊണ്ട് തന്നെ അപ്പുറത്ത് എൻ്റെ വീട്ടിൽ പോയി കുറച്ച് വാടാമുല്ലയൊക്കെ പിള്ളേർ പറിച്ചിട്ട് വന്നിട്ടുണ്ട്. അതും ഇങ്ങനെ ഇടുത്തിടുന്നുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട് അമ്മാമ്മ വരണുണ്ടോയെന്ന്. അതായത് എൻ്റെ അമ്മാമ്മ അവരുടെ മുത്തശ്ശി. അപ്പോഴാണ് ശ്രദ്ധിച്ചത് അല്ലിമുല്ല ഞാനൊക്കെ ഏകദേശം ഒരേ കളർ ഡ്രസ്സാണല്ലോ, മജന്തയും നീലയൊക്കെ ആണല്ലോ എന്ന് വിചാരിച്ചത് കേട്ടോ. അത് കഴിഞ്ഞ് കുഞ്ഞമ്മയും മക്കളും കൂടി ഫോണിൽ റീൽസ് കാണുന്നതാണ് കേട്ടോ. മറ്റേ കാറ്റുമേലെ കാറ്റ് കീഴെയൊക്കെ പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതേപോലെ കളിക്കാനൊക്കെ കുഞ്ഞ് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഇരുന്ന് അവർ പൂക്കളൊക്കെ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട മുത്തശ്ശി വരുമ്പോൾ ഇപ്പോൾ വഴക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ അതാ പറഞ്ഞാൽ മുത്തശ്ശി. അന്നേരം കൊണ്ട് തന്നെ കണ്ടിട്ട് 2 പേരും കൂടി അത്തമിട്ട് വെച്ചിരുന്ന പൂക്കളമൊക്കെ ഇങ്ങനെ പറക്കി വാരി ദൂരെ കൊണ്ട് വഴിയിലൊക്കെ കൊണ്ട് കളയുണ്ടായിരുന്നു കേട്ടോ. അത് കാണാതിരിക്കാൻ വേണ്ടി മുല്ല ഇങ്ങനെ പൊത്തി പിടിക്കുന്നുണ്ടായിരുന്നു. അല്ലി ഉള്ള ഇടയ്ക്ക് കൂടി അതൊക്കെ വാരി അപ്പുറത്തെ വഴി സൈഡിലോട്ട് കൊണ്ടിടുന്നുണ്ടായിരുന്നേ. മുത്തശ്ശി ഇങ്ങെത്തുന്നതിന് മുന്നേ പൂക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആക്കി മാറ്റി അങ്ങ് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ചു. മറ്റേ റീൽസിൽ മറ്റേ പാട്ടൊക്കെ ഇട്ട് കൊടുത്തേക്കുമല്ലോ, കാറ്റുമേലെ കാറ്റ് കീഴെയൊക്കെ. ഇവർ ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഡാൻസ് അങ്ങനെ ഭയങ്കരമായിട്ട് കളിക്കണമെന്നില്ല. സാധാരണ പാട്ടിട്ട് കൊടുത്ത് വെറുതെ ഇങ്ങനെ നടന്ന് തുള്ളും. അന്ന് മുതലുള്ള അവരുടെ സ്റ്റെപ്പാണ് കേട്ടോ. ഇങ്ങനെ ഒരു കൈ പിടിച്ച് ഇങ്ങനെ ഇറങ്ങണം. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലൊക്കെ പോയി ഹെൽമെറ്റ് വെച്ച് സൈക്കിളൊക്കെ ഓടിച്ചു. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.